നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അത് നീ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോടാ. അപ്പോ എനിക്ക് കുറച്ച് ലെവളുമാരോടാ പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. അവക്ക് ശത്രു നമ്മള് മാത്രല്ല. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും. പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളിക്കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? അതെ, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾ ഉദ്ദേശിച്ച കുട്ടിയല്ല അല്ലടാ. അതെ. എൻ്റെ മഹല് എവിടെയാ മൊയന്തേ? എൻ്റെ മഹല് വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹല് വരുന്നത്. ഇവള് നമ്മളെക്കാളും തറയടാ, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല. അപ്പോൾ ഓന് കുറച്ച് ആളാവാം. ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. എന്നാ കാണാം. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ? 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് പെരുന്നാളിന്റെ സന്തോഷം. ഈ കേസിനെ പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ പെടലേക്ക് ഒരുപാട് കേസ് വേറെ വരില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയോ? ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ.